بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അൽഹംദുലില്ലാ. മുസന്ന തറവാക്കിയോ? ലെസണിലേക്ക് പോകാൻ റെഡിയാണോ? ഇൻഷാ അല്ലാ. ഒരു ലെസണേ ഉള്ളൂ. നമ്മള് ജമ പഠിച്ചപ്പോൾ കുറേ ലെസൺസ് ഉണ്ടായിരുന്നു അത് തറവാക്കാൻ. ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒറ്റ ലെസണേ ബുക്കിലുള്ളൂ കേട്ടോ. അത് തന്നെ നമുക്കത് തറവാക്കാൻ ആവശ്യമായിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ലെസണിലേക്ക് പോവാം. ബിസ്മില്ല. മുസന്നയും തമീസും ആണ് നമ്മൾ ലാസ്റ്റ് ടൈം പഠിച്ചത്. ഇത് രണ്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ. അൽ മുദരിസു കം അഖൻ ലക യാ മുഹമ്മദു. കം എന്താണ്? കം എന്താണ്? ഇസ്മുൽ ഇസ്തിഫാം. എന്ത് പറ്റി കൺഫ്യൂഷൻ? ഇസ്മുൽ ഇസ്തിഫാം ആണ്. അഖൻ എന്താണ്? അഖൻ തമീസ് ആണ്. നമ്മളിപ്പോ പഠിച്ചതനുസരിച്ച് കമ്മിന് ശേഷം തമീസ് കാണുമെന്ന് പഠിച്ചു. തമീസിന്റെ കണ്ടീഷൻ എന്താണ്? കമ്മിന് ശേഷം തമീസ് കാണും നമ്മൾ പറഞ്ഞു. തമീസ് എന്ന് പറയുന്ന ആ ഇസ്മിന്റെ പ്രത്യേകത എന്താണ്? അതെ, നക്കീറ മൻസൂബ് മുഫ്രദായിരിക്കും. ഓക്കെ. ലക്ക ജാർ മജ്റൂർ ആണ്. യാ ഹർഫ് നിദയാണ്. മുഹമ്മദു മുനാദ. കറക്റ്റ് ആണ് എല്ലാവരും. അപ്പോ ഹൗ മെനി ബ്രദേഴ്സ് ഡു യു ഹാവ് ഓ മുഹമ്മദ് എന്ന് ചോദിക്കുകയാണ്. ഓ മുഹമ്മദ്, നിനക്ക് എത്ര സഹോദരങ്ങൾ ഉണ്ട് എന്നാണ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ ബ്രദേഴ്സ് എന്ന് തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഹൗ മെനി എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ എഴുത്തില് തമീസ് ആയതുകൊണ്ട് അതിന്റെ നിയമം പാലിക്കണം. ക്ലിയർ ആണോ? മുഹമ്മദുൻ ലി അഖുൻ വാഹിദുൻ. എന്ത് ജുംല? ഇസ്മിയ. ലീ എന്താണ്?
ലി ഹർഫ് ആണ്. ലീ എന്താണ്? ലീ ആദ്യത്തെ വാക്ക് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഖബർ മുഖദ്ദം എന്ന് പറഞ്ഞാൽ മതിയോ? ഖബർ മുഖദ്ദമാണ്, പക്ഷെ അങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത്? ജാർ വ മജ്റൂർ. ജാർ വ മജ്റൂർ ആണ് ലി എന്ന് പറയുന്നത്. ലി ഹർഫ് ജറും യാ ഇസ്മു മജ്റൂറും ആണ് അല്ലേ? ضمير മുത്തസിൽ ഇസ്മു മജ്റൂർ ആണ്. ലീ മൊത്തത്തില് ജാർ മജ്റൂർ ആണ്. ആ ജാർ മജ്റൂർ നിങ്ങൾ ജുംല ഇസ്മിയ എന്ന് പറയുമ്പോൾ ആ ജാർ മജ്റൂറിന്റെ റോൾ എന്താന്നുള്ളതാണ് ഇനി പറയേണ്ടത്. ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം. അഖുൻ. എല്ലാരും കറക്റ്റ് ആണ്, പക്ഷെ പൂർണ്ണമല്ല, ഇൻകംപ്ലീറ്റ് ആണ്. നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അതിന് ശേഷം ഉള്ളതിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് നോക്കണ്ടേ? അങ്ങനെയല്ലേ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ. അഹുൻ വാഹിദുൻ എന്നാണ്. അപ്പം അഹുൻ മൗസൂഫും കൂടെയാണ്. മുബ്തദ മുഅഖർ വ മൗസൂഫ്. വാഹിദുൻ സിഫ. വാഹിദുൻ നമ്പർ കൂടെയാണ്. ഇൻഷാല്ല ഇനി അടുത്ത ലെസൺസ് നമ്പേഴ്സ് ആണ്. രണ്ട് ലെസൺസ് ഇൻഷാല്ല അതിൽ നമുക്ക് നമ്പേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1 to 10 ഇൻഷാല്ല. 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിക്കും ഈ ബുക്കിൽ ഇൻഷാല്ല. ഓക്കെ. ഇതില് നിങ്ങൾ ലീ എന്നുള്ളത് നമ്മൾ സ്ട്രേറ്റ് അവേ ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ എന്ന് അനലൈസ് ചെയ്യാണ്. നിങ്ങളെ അതിനെ ഓരോന്നിനെയും ഓരോ വാക്കിനെയും സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഒരു തെറ്റും ഇല്ല കേട്ടോ. ലീ ഹർഫ് ജർ ആണ്, യാ ദമീർ മുത്തസിലാണ്, ലീ ജാർ മജ്റൂർ ആണ്, ലീ പിന്നെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നെ പറയാം. ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുക്കദ്ദം. എത്രത്തോളം നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇൻഫർമേഷൻ കൊടുക്കാമോ അത്രയും നല്ലത്. അത് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാ കോൺസെപ്റ്റ്സും നിങ്ങൾക്ക് തറവാക്കി പോകാൻ പറ്റും ഇൻഷാ അല്ലാ. ഓക്കെ. ഐ ഹാവ് വൺ ബ്രദർ. എനിക്ക് ഒരു സഹോദരൻ ഉണ്ടെന്ന് പറയാണ്. അൽ മുദരിസു വകം ഉഖ്തൻ ലക. വ ഹർഫുൽ അതഫ്. കം ഇസ്മുൽ ഇസ്തിഫാം. ഉഖ്തൻ വീണ്ടും തമീസ് ആണ്. തമീസിന്റെ കണ്ടീഷൻ അവിടെ പാലിക്കുന്നുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ലക ജാർ മജ്റൂർ. മുഹമ്മദുൻ ലി ഉഖ്താനി. വീണ്ടും ജുംല ഇസ്മിയ സെയിം കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ മൗസൂഫ് സിഫ ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ലീ ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം. ഉഖ്താനി മുബ്തദ മുഅഖർ. ഉഖ്താനി എന്താണ്? വേറെന്ത് പറയാൻ പറ്റും ഉഖ്താനിനെ കുറിച്ച് നിങ്ങൾക്ക്? അതിന്റെ ഇറാബും കൂടെ പറയാം. സ്റ്റേറ്റ്. മുസന്ന മർഫു ആണ് അല്ലേ? മുബ്തദ ആയതുകൊണ്ടാണത് മർഫു. ക്ലിയർ അല്ലേ? ലി ഉഖ്താനി. അവിടെ പിന്നെ നേരത്തെ വാഹിദുൻ എന്ന് പറഞ്ഞു. ഇവിടെ നമ്പർ എടുത്തു പറയേണ്ട ആവശ്യമില്ല. സിഫ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇസ്നാനി എന്ന് പറയണ്ട. കാരണം ഉഖ്താനിയിൽ രണ്ട് ഉണ്ട്. ഇനി ഉഖ്താനി ഇസ്നാനി എന്ന് പറഞ്ഞാല് തെറ്റൊന്നും ഇല്ല, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതിൽ നമ്പർ ഓൾറെഡി ക്ലിയർ ആണ്. ക്ലിയർ ആണോ? ഐ ഹാവ് ടു സിസ്റ്റേഴ്സ്. എനിക്ക് രണ്ട് സഹോദരിമാരുണ്ടെന്ന് പറയാണ്. ക്ലിയർ ആണോ ഇത്? അൽ മുദരിസു കം അജലതൻ ലിദ്ദറാജതി യാ ഹാമിദു. കം ഇസ്മുൽ ഇസ്തിഫാം. അജലതൻ വീണ്ടും തംയീസ്. ലിദ്ദറാജതി ജാർ മജ്റൂർ. യാ ഹർഫു നിദ. ഹാമിദു മുനാദ. ഓൾമോസ്റ്റ് സെയിം കൺസ്ട്രക്ഷൻ തന്നെയാണ്. അജലത്തിന്റെ മീനിങ് എന്താണ്?
വീല്, ചക്രം. യെസ്. ഹൗ മെനി വീൽസ് ഡസ് ദ ബൈസൈക്കിൾ ഹാവ് എന്ന് ചോദിക്കുകയാണ്. ഓ ഹാമിദ്. ഓക്കെ, സൈക്കിളിന് എത്ര ചക്രങ്ങളുണ്ട് ഓ ഹാമിദ് എന്ന് ചോദിക്കുകയാണ്. അവിടെ എന്താണ് ഇന്ത വരാതിരുന്നത്? ഐന്ദ ദറോജത്തിൻ, സോറി, ഐന്ദ ദറോജത്തി വരാതിരുന്നത് എന്താണ്? ഹാവിന് ഇന്ദെന്നും കൂടെ അർത്ഥമില്ലേ? എന്താണ് കാരണം? ഇന്ത്യയുടെയും ലീഡേയും കേസിൽ നിങ്ങൾ ഗൈറാക്കിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ പഠിപ്പിച്ചു. എന്താണ് കാരണം? അവിടെ ഐന്ദ ഉപയോഗിച്ചൂടെ? അവിടെ എന്താണ് ലീ ഉപയോഗിച്ചത്? അടുത്ത താഴത്തെ ആൻസറിലും ലഹ അജലത്താനി എന്നാണ് പറയുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഐന്ദഹ അജലത്താനി എന്ന് പറയാത്തത്? ഇനിയും ഐന്ദയും പഠിച്ച ലെസൺ പോയി ഒന്ന് റിവൈസ് ചെയ്യണേ. ആ യെസ്, ഒരു ഒരു വസ്തുവിന്റെ ഭാഗമല്ലേ അത്? നമ്മൾ പഠിച്ചതാണ്. യെസ്. ദർവാജയുടെ ഭാഗമായിട്ടല്ലേ അജല വരുന്നത്? പാർട്ടല്ലേ? അതുകൊണ്ടാണ് അവിടെ ലീ ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ. ലഹ അജലത്താനി, ലഹ ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം, അജലത്താനി മുബ്തദ മുഅഖർ മുസന്ന മർഫു ആണ്. ഓക്കെ. ഇറ്റ് ഹാസ് ടു വീൽസ്, അതിന് രണ്ട് ചക്രങ്ങളുണ്ടെന്ന് പറയാണ്. അൽ മുദരിസു കം ഐദൻ ഫിസ്സനതി യാ സക്കരിയ. കം ഇസ്മുൽ ഇസ്തിഫാം, ഐദൻ തംയീസ്, ഫിസ്സനതി ജാർ മജ്റൂർ, യാ ഹർഫു നിദ, സക്കരിയ മുനാദ. ഹൗ മെനി ഫെസ്റ്റിവൽസ് ആർ അല്ലെങ്കിൽ സെലിബ്രേഷൻസ് ആർ ഇൻ ദ ഇയർ ഓ സക്കരിയ എന്ന് ചോദിക്കുകയാണ്. ഒരു വർഷത്തിൽ എത്ര ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങളുണ്ട് ഓ സക്കരിയ എന്ന് ചോദിക്കുകയാണ്. സക്കരിയ ഫിസ്സനതി ഈദാനി. ഫിസ്സനതി ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം, ഈദാനി മുബ്തദ മുഅഖർ മുസന്ന മർഫു. In the year are two Eid, two celebrations. ഒരു വർഷത്തില് രണ്ട് ആഘോഷങ്ങളാണെന്ന് പറയാണ്. ഹുമ ഈദുൽ ഫിത്രി വ ഈദുൽ അദ്ഹ. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഹുമ മുബ്തദ, ഈദു ഖബർ വ മുദാഫ്, അൽ ഫിത്രി മുദാഫ് ഇലൈഹി വ ഹർഫുൽ അത്ഫ്. ഈദു എങ്ങനെ അനലൈസ് ചെയ്യും? ആദ്യത്തെ ഈദു ഖബർ വ മുദാഫ്, ഒരു കാര്യം കൂടി ഇല്ലേ അതില്? ഈദുൽ ഫിത്രിയിലെ ഈദു മഅതൂഫാണ്. സോ അടുത്ത ഈദു എന്ന് പറയുന്നത് മാത്തൂഫലയാണ്. നിങ്ങൾക്ക് ഈദുൽ ഫിത്രീന് മൊത്തത്തിൽ മാത്തൂഫല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ആ ഇസ്മിനെ കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ മുദാഫിലേഹി മാത്തൂഫലയുടെ ഭാഗമാവും. ഓക്കെ. ഈദു മുദാഫ് മാത്തൂഫല ഈദിയാണ്. അതിന് മുന്നത്തെ ഈദിന്റെ ആണ്. അൽ അദ്ഹ മുദാഫിലേഹി. അങ്ങനെയും പറയാം. അതല്ല ഈദുൽ ഫിത്രീനെ മൊത്തത്തിൽ മാത്തൂഫ് എന്നും
ഈദുൽ അദ്ഹാന മൊത്തത്തിൽ മാത്തൂഫല എന്ന് പറയാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈദുൽ ഫിത്തർ ആൻഡ് ഈദുൽ അദ്ഹ, അവ രണ്ടും ഏതൊക്കെയാണെന്നുള്ളത് പറയാണ്. ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. المدرس: يا إبراهيم أبوك تاجر كبير كم سيارة عنده. യാ ഹർഫ് നിദ ഇബ്രാഹിമു മുനാദ. ഇബ്രാഹിമു വേറൊരു പ്രത്യേകത കൂടി ഇല്ലേ? എന്താണ് ആ ഇസ്മിന്റെ പ്രത്യേകത? മംനൂ മിന സർഫാണ്. യെസ്. അബൂക താജിറുൻ കബീറുൻ പരിചയമുള്ള ജുംലയാണ്. അബൂ മുബ്തദ വ മുദാഫ് ക മുദാഫ് ഇലൈഹി, താജിറുൻ ഖബർ വ മൗസൂഫ്, കബീറുൻ സിഫ. Your father is a big merchant. നിങ്ങളുടെ ഉപ്പ താങ്കളുടെ ഉപ്പ വലിയ വ്യാപാരിയാണെന്ന് പറയാണ്. കം സയ്യാറത്തൻ ഐന്ദഹു. കം ഇസ്മുൽ ഇസ്തിഫാം, സയ്യാറത്തൻ തമീസ്, ഐന്ദഹു ظرف മുദാഫ് ഇലൈഹി. ഹൗ മെനി കാർസ് ഡസ് ഹി ഹാവ് എന്ന് ചോദിക്കുകയാണ്. അദ്ദേഹത്തിന് എത്ര കാറുകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇബ്രാഹിമു ഐന്ദഹു സയ്യാറത്താനി കബീറത്താനി വസയ്യാറത്താനി സഗീറത്താനി. ഐന്ദഹു ظرف مضاف إليه شبه جملة خبر مقدم. سيارتان مبتدأ مؤخر مثنى مرفوع و موصوف. كبيرتان مثنى مرفوع صفان. and സയ്യാറത്താനിന് ഒരു കാര്യം കൂടെ പറയില്ലേ അടുത്തതിലോട്ട് കണക്ട് ചെയ്യുന്നോണ്ട്? എന്താണ്? അല്ലെങ്കിൽ സയ്യാറത്താനി കബീറത്താനി മഅതൂഫും കൂടെയാണ്. യെസ്. വഹർഫുൽ അത്ഫ് സയ്യാറത്താനി, സഗീറത്താനി മൗസൂഫ് സിഫയാണ്, മുസന്ന മർഫു ആണ്, മഅതൂഫ് അല സയ്യാറത്താനി കബീറത്താനിയാണ്. അല്ലെങ്കിൽ സെക്കൻഡ് സയ്യാറത്താനി ആദ്യത്തെ സയ്യാറത്താനിയുടെ മഅതൂഫ് അലയാണെന്ന് പറയാം. ക്ലിയർ ആണോ? ഹി ഹാസ് 2 ബിഗ് കാർസ് ആൻഡ് 2 സ്മോൾ കാർസ് എന്ന് പറയാണ്. അദ്ദേഹത്തിന് 2 വലിയ കാറുകളും 2 ചെറിയ കാറുകളും ഉണ്ടെന്ന് പറയാണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇതിനകത്ത് കൺസ്ട്രക്ഷനിൽ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വരാനില്ല. ആകെ മുസന്നയുടെ ആ ഒരു കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ എല്ലാം നിങ്ങൾ പഠിച്ചതാണ്. പിന്നെ തമീസ് ആണ്. തമീസ് നിങ്ങൾക്ക് കമ്മിന് ശേഷം തമീസ് ആണെന്നുള്ളത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതും എളുപ്പമാണ്. അൽ മുദരിസു കം നാഫിദത്തൻ ഫി ഗുർഫതിക യാ ഇസ്മായിലു. ഇസ്മായിലു അഗൈൻ മംനൂ മിന സർഫാണ്. കം ഇസ്മുൽ ഇസ്തിഫ്ഹാം, നാഫിദത്തൻ തമീസ്, ഫി ഗുർഫതി ജാർ മജ്റൂർ. ഗുർഫതി എന്താണ്? ഗുർഫതി എന്താണ്? ഇസ്മ മജ്റൂർ ആണ്. ഫി ഗുർഫതി നമ്മൾ ജാർ മജ്റൂർ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇസ്മ മജ്റൂർ ആണ്. യെസ്. മുദാഫ് ആണ്. കാ മുദാഫ് ഇലൈഹി. ഗുർഫതിക എന്ന് പറയുന്നത് ഇദാഫയാണ്. യെസ്. യാ ഹർഫ് നിദ ഇസ്മായിലു മുനാദ. ഹൗ മെനി വിൻഡോസ് ഇൻ യുവർ റൂം? ഓ ഇസ്മായിൽ എന്ന് ചോദിക്കാണ്. ഓ ഇസ്മായിലെ നിന്റെ മുറിയിൽ എത്ര ജനലുകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. إسماعيل فيها نافذتان. فيها جار مجرور شبه جملة خبر مقدم. نافذتان مبتدأ مؤخر مثنى مرفوع. In it are 2 windows. അതിന് അല്ലെങ്കിൽ അതിനുള്ളിൽ 2 ജനലുകളാണ് അല്ലെങ്കിൽ ജനലുകളുണ്ട്. അൽ മുദരിസു ലിമൻ ഹാദാനി ദഫ്തറത്താനി. ദഫ്തറാനി. ലിമൻ ഹാദാനി ദഫ്തറാനി എന്ന് ചോദിക്കുകയാണ്. ലിമന്റെ അർത്ഥം എന്താണ്? ലിമൻ എന്താണ്? ഇസ്മുൽ ഇസ്തിഫാം ആണ്. യെസ്. ആരുടെ? യെസ്. ബിലോങ്സ് ടു ഹൂ എന്ന് ലിറ്റിൽ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ പറയാം.
ഓക്കെ. ഹാദാനി ദഫ്തറാനി എന്ന് പറയുന്നത് എന്താണ് കൺസ്ട്രക്ഷൻ? ഹാദാനി ഇസ്മുൽ ഇഷാറയാണ്, മുസന്ന മർഫു ആണ്. ദഫ്തറാനിയും മുസന്ന മർഫു ആണ്. എന്താണ് ഹാദാനി ദഫ്തറാനി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇസ്മുൽ ഇഷാറ മുഷാറിൻ ഇലൈഹി അല്ലെങ്കിൽ മുബദൽ മിൻഹു ബദൽ, അല്ലേ? ഇസ്മുൽ ഇഷാറയ്ക്ക് ശേഷം അല്ലി വെച്ച് വരുന്ന നൗണാണ്. മുസന്ന ആയി എന്നുള്ളത് വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ. ഹൂസ് ആർ ദീസ് ടു നോട്ട്ബുക്സ് എന്ന് ചോദിക്കുകയാണ്. ഈ രണ്ട് നോട്ട്ബുക്കുകൾ ആരുടേതാണെന്ന് ചോദിക്കുകയാണ്. അലിയുൻ ഹുമാലി. നേരത്തെയും ഹുമ വന്നു. രണ്ടിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ആ ضمീർ മുൻഫസിൽ ഉപയോഗിക്കുന്നത്. ഹുമ, ഹുമാലി, ഹുമ മുബത്തദ, ലി ജാർ മജ്റൂർ, ഷിബു ജുംല ഖബർ. ദേ ബിലോങ് ടു മീ അല്ലെങ്കിൽ ദേ ആർ മൈൻ. അവ രണ്ടും അല്ലെങ്കിൽ അവ രണ്ടും എന്റേതാണ്. ക്ലിയർ ആണോ? അൽ മുദരിസു ലിമൻ ഹാത്താനി വന്നു. ഹാദാനി ഹാത്താനി ഇസ്മുൽ ഇഷാറ ഓർമ്മയുണ്ടല്ലോ അല്ലേ? മുസന്ന. ബാഗിദ് ഏതായിരുന്നു? ബായിദിന്റെ മുസന്ന ഇസ്മുൽ ഇഷാറ ഏതാണ്? ഏതൊക്കെയാണ്? മുസക്കർ, മുഅന്നസ്, ബായിദിന്റെ. ഹാദാനി ഹാത്താനി ഖരീബാണ്. ബായിദിന്റെ ഏതാണ്? ഏതൊക്കെയാണ് രണ്ടെണ്ണം? ദാനിക്ക, താനിക്ക. യെസ്. അതിന്റെ ആപ്ലിക്കേഷൻ ഇല്ല, ബട്ട് നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. ലിമൻ ഹാറ്റാനിൽ മിസ്റ്റർ ഒപ്പാനി സെയിം കൺസ്ട്രക്ഷൻ ആണ്. ലിമൻ ഇസ്മുൽ ഇസ്തിഫാം, ഹാറ്റാനിൽ മിസ്റ്റർ ഒത്താനി ഇസ്മുൽ ഇഷാറ മുഷാറിൻ ഇലൈഹി അല്ലെങ്കിൽ മുബദൽ മിൻഹു ബദലാണ്. മിസ്റ്റർ നിങ്ങൾ പഠിച്ചതല്ലേ? മിസ്റ്റർ ഒത്തുൻ പഠിച്ചിട്ടില്ലേ? അർത്ഥം എന്താണ്? ടാനി വന്നു, രണ്ടെണ്ണം ഉണ്ട്. സ്കെയിൽ അല്ലെങ്കിൽ റൂളർ ആണ്. യെസ്. ഹൂസ് ആർ ദീസ് ടു റൂളേഴ്സ് എന്ന് ചോദിക്കുകയാണ്. ഈ രണ്ട് സ്കെയിലുകൾ ആരുടെയാണെന്ന് ചോദിക്കുകയാണ്. യൂനുസു മംനൂമിന സർഫാണ്. ഹുമാലി, ഹുമ മുബത്തദ, ലി ജാർ മജ്റൂർ, ഷിബു ജുംല ഖബർ. ദി ടു അല്ലെങ്കിൽ ദേ ആർ മൈൻ, ദേ ബിലോങ് ടു മീ. അവ രണ്ടും എന്റേതാണ്. ക്ലിയർ ആണോ? ഇവിടെ ഹുമ രണ്ട് മിസ്തറത്താനി വന്നപ്പോഴും ദഫ്തറാനി വന്നപ്പോഴും ഹുമയാണ്. കാരണം രണ്ടിനും ഹുമ ആണ്. മുദക്കർ മുഅന്നസ് ഹുമ തന്നെയല്ലേ? അല്ലേ? ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ എക്സസൈസേ ഉള്ളൂ. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അൽഹംദുലില്ലാ. ഓക്കെ. ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ, കം ഖലമൻ ഇൻദക, ഹൗ മെനി പെൻസ് ഡു യു ഹാവ് എന്നുള്ളത് ചോദിക്കുകയാണ്. നിനക്ക് എത്ര പേനകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഐന്ദി ഖലമാനി. ഇൻദക ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഐന്ദി ഖലമാനി. അവിടെ നിങ്ങൾ ലീ ആണോ എന്നുള്ള സംശയം ഒന്നും വരണ്ട. ചോദ്യത്തിൽ എന്താണോ ഉപയോഗിച്ചേക്കുന്നത് അത് തന്നെ ഉത്തരത്തിൽ ഉപയോഗിക്കുക. ഐന്ദി ഖലമാനി മുസന്നയായിട്ട് ഉത്തരം കൊടുക്കുക. ഓക്കെ. ഇവിടെ അഹുന്റെ മുസന്ന
അഖാനി അല്ല, അഖവാനി ആണ്. അതെടുത്ത് ശ്രദ്ധിക്കണേ. നമ്മൾ പറഞ്ഞു പോകാൻ ചാൻസ് അഖാനി എന്നാണ്. അഖാനി അല്ല, അഖവാനി ആണ്. അപ്പൊ ഇത് പറഞ്ഞോളൂ. കം ഖലമൻ അൻദക ഓൾറെഡി പറഞ്ഞു. കം കിതാബൻ അൻദക എങ്ങനെ ഉത്തരം പറയും? കം കിതാബൻ അൻദക. ഇന്ദി കിതാബാനി. കറക്റ്റ്. എല്ലാരും കറക്റ്റ് ആണ്. കം സബൂറത്തൻ ഫി ഫസ്ലിക്കും എങ്ങനെ പറയും ഉത്തരം? കം സബൂറത്തൻ ഫി ഫസ്ലിക്കും. ഫി ഫസ്ലിന്ന് എടുത്തു പറഞ്ഞില്ലേലും അതിനുള്ളിൽ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാം. ഇനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറയാം. പിന്നെയും ഫി ഫസ്ലി എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയണം എന്നില്ല. ഫീഹി സബൂറത്താനി. അപ്പൊ അവിടെ ഹി ആണോ ഹായ് ആണോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. അത് നേരെ ഫസ്ലിനെ കുറിച്ചിട്ടാ പറയുന്നത്. അപ്പൊ ഇവിടെ ഫീഹി വരും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റിൽ ചേർത്ത് പറയുകയാണെങ്കിൽ ഫീ ഫസ്ലൂന അല്ല, ശ്രദ്ധിക്കണം ഏറോബ്. ഫീ ഫസ്ലൂന എന്നാണോ? ആ, ഫസ്ലിന എന്നാണ്. ഓക്കെ, കസ്ര വരണം. സബൂറത്താനി. കം റിയാലൻ ഐൻദക ആന യാ ലൈല. ഐ ഹാവ് 2 റിയാൽസ് എങ്ങനെ പറയും? എനിക്ക് 2 റിയാലുകൾ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാ? എനിക്ക് 2 റിയാൽസ് ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇന്ദി ഇന്ദി റിയാലാനി. റിയാലാനി, റിയാലൈനി എന്ന് ആരോ എഴുതിയിട്ടുണ്ട്. റിയാലാനി, ശ്രദ്ധിക്കണേ. മർഫു ആണ്. കം ഉഖ്തൻ ലക യാ അലിയു. ഹൗ മെനി സിസ്റ്റേഴ്സ് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര സഹോദരികൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ് അലിയുടെ അടുത്ത്. ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. എനിക്ക് 2 സഹോദരിമാർ ആണ് ഉള്ളതെന്ന് പറയുന്നത് എങ്ങനെയാണ്? ലീ ഉഖ്താനി. കറക്റ്റ് ആണ്. കം അമ്മൻ ലക ലക്കി സോറി കം അമ്മൻ ലക്കി യാ ആമിനത്തു. ഹൗ മെനി അങ്കിൾസ്, പെറ്റേണൽ അങ്കിൾസ് ഡു യു ഹാവ്? ആമിന എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര അങ്കിൾമാരുണ്ടെന്ന് ചോദിക്കുകയാണ് ആമിന അടുത്ത്. അപ്പോ എങ്ങനെ പറയും? ഐ ഹാവ് 2 അങ്കിൾസ്. എനിക്ക് 2 അങ്കിൾമാരാണെന്ന് എങ്ങനെ പറയുന്നത്? അമ്മാനി ആരോ നൂനിന് ശേഷം യാമുത്തക്കല്ലിം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ? എന്താണ് അമ്മാനീന്ന് നീട്ടേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾ ലീ അവിടെ കൊടുത്തിട്ടുണ്ട്. അമ്മാനീന്ന് വരുന്നത് എങ്ങനെയാണ്? അതിന്റെ അർത്ഥം എങ്ങനെയാകും? മൈ 2 അങ്കിൾസ് ആണ്. എന്റെ 2 അങ്കിൾമാരെന്നാവും. അങ്ങനെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് 2 അങ്കിൾമാരുണ്ട് എന്നുള്ളേ പറയേണ്ടുള്ളൂ. ഐ ഹാവ് 2 അങ്കിൾസ്. അവിടെ അമ്മാനി മതി. മുസന്ന ഫോം. മുസ്ലിമാനി അത് മതി. നൂൻ കെസ്ര. കം സദീഖൻ ലക യാ മുഹമ്മദു. നിനക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട് മുഹമ്മദിനോട് ചോദിക്കുകയാണ്. ഹൗ മെനി ഫ്രണ്ട്സ് ഡു യു ഹാവ്? ഐ ഹാവ് 2 ഫ്രണ്ട്സ്. എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടെന്ന് എങ്ങനെ പറയുന്നത്? ലീ സദീഖാനി.
correct. كم طالبا جديدا في فصلكم? How many new students in your class എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ പറയും? നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര പുതിയ വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ 2 പുതിയ വിദ്യാർത്ഥികൾ ഉണ്ടെന്ന് പറയണം. എങ്ങനെ പറയും? In our class there are 2 new students. ഫീഹി ഞാൻ ഇൻ ആർ ക്ലാസ് എന്ന് പറഞ്ഞു, ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നുള്ളത്. അപ്പോ ഫീ ഫസ്ലിന എന്ന് തന്നെ പറയുക. ഫീ ഫസ്ലിന طالبان جديدان. യെസ്, കറക്റ്റ് ആണ്. كم യെസ്, എല്ലാരും കറക്റ്റ് ആണ്. كم مسجدا في قريتك يا زكريا? How many mosques are in your village, O Zakaria? എങ്ങനെ അതിന് ഉത്തരം പറയും? സക്കരിയോട് ചോദിക്കുകയാണ്, ഓ സക്കരിയ, നിങ്ങളുടെ വില്ലേജിൽ എത്ര പള്ളികൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഈ കറിയത്തി അവിടെ കരിയത്തിന വരുവോ? യോർ വില്ലേജ്, നിന്റെ വില്ലേജ് എന്നുള്ള രീതിക്കാണ് ചോദിക്കുന്നത്. നമ്മൾ ഉത്തരം കൊടുക്കുമ്പോൾ ആർ വില്ലേജ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഇല്ല. പക്ഷെ കറക്റ്റ് ഉത്തരമായിട്ട് പറയണേ കറിയത്തി എന്ന് തന്നെ പറയട്ടോ. ഫി കറിയത്തി മസ്ജിദാനി. കം ഓക്കെ, പേരല്ലേ അത്? കം ഫുന്ദുഖൻ ഫി ഹാദ ഷാരിഇ? How many hotels in this street? ഈ തെരുവിൽ എത്ര ഹോട്ടലുകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പറയും. ഒന്നെങ്കിൽ ഫി ഹാദ ഷാരിഇ എന്ന് പറയാം, അല്ലെങ്കിൽ അതിനുള്ളിൽ എന്നുള്ള രീതിയിൽ എങ്ങനെ പറയും? അതിൽ in it are 2 hotels. ഫീഹി അല്ലെങ്കിൽ ഫി ഹാദ ഷാരിഇ ഫുന്ദുഖാനി. كم أخ لك يا سعاد? അഖവാനി എന്ന് തന്നെ പറയണേ. ലീ അഖവാനി. അഖവാനി അല്ല, അഖവാനി. ക്ലിയർ അല്ലേ? അൽഹംദുലില്ലാ. അടുത്ത എക്സസൈസ് അനലൈസ് ചെയ്യാം. നിങ്ങൾക്ക് പരിചയമുള്ള കൺസ്ട്രക്ഷൻ തന്നെ ആയിരിക്കും. നോക്കാം. ഖാലിദുൻ ലഹു ബിനാനി വ ബിൻതാനി. അനലൈസ് ചെയ്തേ. എങ്ങനെ അനലൈസ് ചെയ്യും? ഖാലിദുൻ എന്താണ്? നിങ്ങൾ അനലൈസ് ചെയ്യും, ഞാൻ ടൈം തരാം. 9th വൺ. അതാ ഞാൻ പറഞ്ഞ കരിയത്തിന എന്ന് നിങ്ങൾ പറഞ്ഞാല് തെറ്റൊന്നുമില്ല. നമ്മൾ ഉത്തരം കൊടുക്കുമ്പം നിന്റെ വില്ലേജിൽ എത്ര പള്ളികളുണ്ട്, ഞങ്ങളുടെ വില്ലേജിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നതിൽ തെറ്റൊന്നും ഇല്ല. ആ ചോദ്യത്തിനുള്ള കറക്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്റെ എന്ന് പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും പറയാ. അത്രേ ഉള്ളൂ.
തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. യെസ്. അഹ്വാനി ഡുവലാണ്, മുസന്നയാണ്. ഇഖ്വാനി അത് ജമ്മിന്റെ കേസ് നിങ്ങൾ എങ്ങനെയാ പഠിച്ചേക്കുന്നത്? ജമ്മു പറഞ്ഞേ. അഹുന്റെ ജമ്മ എങ്ങനെയാ? മുസന്നയാണ് അഹ്വാനി, അതിന്റെ ജമ്മ നിങ്ങൾ തിരിഞ്ഞു പോരുത്. ഇഖ്വാനി ഒന്നുമല്ല. എന്താണ്? ഇഖ്വാനുനും ഇഖ്വറ്റുനും അല്ലേ? ഓക്കെ. അത് രണ്ടും അങ്ങനെ തന്നെ പഠിച്ചു വെക്കും കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇത് അനലൈസ് ചെയ്യൂ. ഖാലിദുൻ ലഹുബ്നാനി വബിൻചാനി. പറഞ്ഞോളൂ എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ ഓരോന്നോരോന്ന് എടുത്ത് എഴുതിക്കേ. ഖാലിദുൻ മുബ്തദ. ഓക്കെ. മുബ്തദ കഴിഞ്ഞ പിന്നൊന്നും ഇല്ലേ? ലഹു ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ ആണോ? ആണോ? ഒട്ടുമിക്കവരും അതാണ് പറയുന്നത്. ആണോ? ഓക്കെ, ആണെങ്കിൽ ഇബ്നാനി എന്താണ്? നിങ്ങൾ ഈ ജുംല കണ്ടപ്പോ തന്നെ, കാണുമ്പോ തന്നെ അത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ലഹു മുദാഫോ, പുതിയ കൺസ്ട്രക്ഷൻ ആണല്ലോ. ലഹു ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദമോ, എന്തിന്റെ മുഖദ്ദമാണത്? നിങ്ങളൊരു ജുംലയില് മുബത്തദ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ എന്താ പറയണ്ടേ? ഖബറല്ലേ? ആ ഖബർ എന്താണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത്. ലഹുബ്നാനി വബിൻചാനി ജുംല ഇസ്മിയ ഖബറാണത്. ഇനി ആ ഖബറിനെ അനലൈസ് ചെയ്യുകയാണെങ്കിലാണ് ലഹു ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം ഇബ്നാനി مبتدا مؤخر مثنى مرفوع وموصوف سوري موصوف لا معطوف وحرف العطف وبنتاني معطوف لا بناني معطوف لا ആക്ച്വലി ഇബ്നൈനി എന്ന് പറയണം കൺസ്ട്രക്ഷൻ കറക്റ്റ് ആക്കണമെങ്കിൽ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നിങ്ങൾ ലഹു ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ എന്ന് പറയുന്നതിന് മുന്നേ തന്നെ അത് അടുത്തതിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത് ചിന്തിക്കണ്ടേ? എപ്പോഴും ഞാൻ നിങ്ങളുടെ അനലൈസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അനലൈസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? ആ ഇസ്മ അതിന്റെ മുന്നിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത്, അതിന് ശേഷം ഉള്ളതിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നത് നോക്കണം. എന്നാലേ നമുക്ക് അതിനെ മൊത്തം കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ.
ഖാലിദുൻ ആദ്യത്തെ ഇസ്മായതുകൊണ്ട് തന്നെ ഒരു സംശയമില്ലാതെ നിങ്ങൾ മുബത്തദ പറഞ്ഞു. ഒരു ജുംലയിൽ മുബത്തദ വന്നു കഴിഞ്ഞാൽ അതിൽ ഖബർ വരണം. നിങ്ങൾ ലഹൂനെ ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇബ്നാനി വ ബിൻതാനി എന്താണ്? ആ ജുംലയിലോട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇനി അതിനെ കണക്ട് ചെയ്യുക? ആ ലഹു ബിനാനി എന്ന് പറയുന്നത് തന്നെ ഒരു ജുംലയാണ്. നമ്മള് ജുംല ഇസ്മിയ ഖബർ പഠിച്ചപ്പോ പഠിച്ചതാ. ആൻഡ് ഇബ്നാനി വ ബിൻതാനിയാണ്, മാത്തൂഫ് മാത്തൂഫ് അലയാണ്. അപ്പൊ അത് മൊത്തത്തിൽ ഒരു ജുംലയായിട്ട് തന്നെ നിൽക്കുന്നത്. ലഹുബിനാനി വ ബിൻതാനി ജുംല ഇസ്മിയ ഖബറാണ്. ആ ജുംല ഇസ്മിയനെ നിങ്ങൾക്ക് ഇനി അനലൈസ് ചെയ്തൂടെ? ലഹുബിനാനി വ ബിൻതാനി, ലഹു ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം, ഇബ്നാനി മുബ്തദ മുഅഖർ മുസന്ന മർഫു വ മാത്തൂഫ് وحرف العطف بنتاني معطوف على ابنيني بنتاني again مثنى مرفوع. Clear ആണോ? Khalid, he has two sons and two daughters. ഖാലിദ് അവന് രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമാണുള്ളത്, അല്ലെങ്കിൽ പെൺമക്കളുമുണ്ട്. ക്ലിയർ ആണോ? في هذا البيت غرفتان كبيرتان. في هذا എന്താണ്? നിങ്ങൾ അനലൈസ് ചെയ്തോളൂ, എല്ലാം പറഞ്ഞേ. في هذا, ബാക്കിയുള്ളതും പറഞ്ഞു. ഓരോന്നോരോന്ന് എന്താന്ന് പറയൂ. في هذا جار مجرور شبه جملة خبر مقدم. اوكي. ഖബർ മുഖദ്ദം ഫീ ഹാദാനെ മൊത്തത്തിലാണ് നിങ്ങൾ പറയുന്നത്. അതിനെ മുബദൽ മിൻഹു എന്ന് വിളിക്കാൻ പറ്റില്ല. ഫീ ഹാദാനെ മുബദൽ മിൻഹു എന്ന് വിളിക്കാൻ പറ്റില്ല. പറ്റുമോ? ഏതാണ് മുബദൽ മിൻഹു? ആ, ഹാദ ഒറ്റയ്ക്കാണ്. നിങ്ങൾ ഫീ ഹാദാനെ ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം വ മുബദൽ മിൻഹു എന്ന് പറയാൻ പാടില്ല. ഹാദ എന്ന് എടുത്തു പറഞ്ഞിട്ട് പറയാം മുബദൽ മിൻഹു എന്ന്. ഇസ്മുൽ ഇഷാറ വ മുബദൽ മിൻഹു. അൽ ബൈത്തി മുഷാറിനിലേഹി വ ബദൽ, അല്ലെങ്കിൽ മുഷാറിനിലേഹി ഔ ബദൽ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഔവിന്റെ അർത്ഥം എന്താണ്? ഓർ ആണ്. ഓർ, യെസ്. അഥവാ. ഓക്കെ, ബാക്കി പറഞ്ഞോളൂ. ഗുർഫത്താനി. ഗുർഫത്താനി എന്താണ്? ഖബറോ? നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യേ. മുബത്തദ മുഅഖർ വ മൗസൂഫ്. മുബത്തദ എന്ന് മാത്രം പറഞ്ഞാൽ പറ്റില്ല, മുബത്തദ മുഅഖർ എന്നും കൂടെ പറയണേ. വ മൗസൂഫ്. നിങ്ങൾ ഗുർഫത്താനിനെ ഖബർ, ഫീ ഹാദാനെ ഖബറും വിളിക്കുന്നു. ഗുർഫത്താനിനെ ഖബർ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുബത്തദ ഏതാണ്? ശ്രദ്ധിക്കണം, ആദ്യമേ ഖബർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വീണ്ടും ഖബറല്ല നോക്കുക, നിങ്ങൾ മുബത്തദയാണ് നോക്കുക. ഓക്കെ, സോ ഗുർഫത്താനി മുബത്തദ മുഅഖർ വ മൗസൂഫ്, കബീറത്താനി സിഫ. ക്ലിയർ ആണോ? അനലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പഴയത് എന്താ പറഞ്ഞതെന്ന് മറന്നു പോകരുത്.
യെസ്, മുസന്നയാണ്. ഗുർഫത്താനി കബീറത്താനി രണ്ടും മുസന്ന മർഫു ആണ്. ഇൻ ദിസ് ഹൗസ് ദർ ആർ ടു ബിഗ് റൂംസ് എന്ന് പറയാണ്. ഈ വീട്ടില് രണ്ട് വലിയ മുറികളുണ്ട് എന്ന് പറയാണ്. ഓക്കെ, അടുത്ത അനലൈസ് ചെയ്തേ. ഫാത്തിമത്തു ലഹ ത്വിഫ്ലാനി സഗീറാനി. ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയി വേഗം ലെസൺ തീർക്കാന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നിങ്ങക്ക് അനാലിസിസ് പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ സ്ലോ ഡൗൺ ചെയ്തത്. ജുംല ഇസ്മിയാണ് കറക്റ്റ്. ഫാത്തിമത്തു മുബ്തദ കറക്റ്റ്. ലഹ തിഫ്ലാനി സഗീറാനി ജാർ മജ്റൂർ ഷിബു ജുംല ഖബറോ. നിങ്ങൾ പറയുന്ന സംഭവം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയാണ് ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ ആവുന്നതെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ജാർ മജ്റൂർ എന്ന് അതിൽ തന്നെ വാക്കില്ലേ. ജാർ മജ്റൂർ എന്താണ്? ഒരു ഹർഫ് അതിന്റെ ഇസ്മ മജ്റൂറും ചേർന്നതാണ് ജാർ മജ്റൂർ. നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു ജുംല ചെയ്തിട്ട് പിന്നെയും ആ ജുംല കിട്ടുമ്പോ എന്താണ് കൺഫ്യൂഷൻ എനിക്ക് ക്ലിയർ ആവുന്നില്ല. ലഹാനെ നിങ്ങൾ ജാർ മജ്റൂർ ഷിബു ജുംല ഖബറിന് വിളിച്ചാൽ ത്വിഫ്ലാനി സഗീറാനി എന്താണ്? അതിനെ എങ്ങനെയാ നിങ്ങൾ ലഹയിലോട്ട് കണക്ട് ചെയ്യുന്നേ? ബാക്കി ഒട്ടുമിക്കവരും കറക്റ്റ് ആട്ടോ. ലഹ ത്വിഫ്ലാനി സഗീറാനി എന്ന് പറയുന്നത് ജുംല ഇസ്മിയ ഖബറാണ്. സെയിം കൺസ്ട്രക്ഷൻ അല്ലേ. ഖാലിദുൻ ലഹുബ്നാനി വ ബിൻതാനി. ഇവിടെ ഒരു മുഅന്നസ് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഫാത്തിമത്തു ലഹ ത്വിഫ്ലാനി സഗീറാനി. ഫാത്തിമത്തു മുബ്തദ ലഹ ത്വിഫ്ലാനി സഗീറാനി ജുംല ഇസ്മിയ ഖബർ. ഇനി അതിനെ അനലൈസ് ചെയ്യുമ്പോൾ ലഹ അപ്പോഴാണ് ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ. അവിടെ മുഖദ്ദം എന്നും കൂടെ പറയണം, തുടക്കത്തിൽ വന്നേക്കാണ്. ത്വിഫ്ലാനി മുബ്തദ മുഅഖർ മൗസൂഫ് ആണ്, മുസന്ന മർഫു ആണ്. സഗീറാനി സിഫ മുസന്ന മർഫു ആണ്. ക്ലിയർ ആണോ? ഫാത്തിമ ഷീ ഹാസ് ടു സ്മോൾ ചിൽഡ്രൻ. ഫാത്തിമ അവൾക്ക് രണ്ട് ചെറിയ കുട്ടികളുണ്ടെന്ന് പറയാണ്. ക്ലിയർ ആണോ? ഇനി നിങ്ങൾ ജുംല ഇസ്മിയ ഖബർ തെറ്റിക്കോ? ഈസി അല്ലേ ഇത്? ഒരു ജാർ മജ്റൂറിനെ ഒരു ദർഫ് മുദാഫിലെയും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് ഒരു ഇസ്മ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ജുംല ഇസ്മിയെ കുറിച്ച് ചിന്തിക്കണം. മർഫു ആയിട്ടുള്ള ഒരു ഇസ്മ നിങ്ങൾ കാണുവാണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ. ലീ അൽഹംദുലില്ലാ. ലീ ഐനാനി വ ഉദ്നാനി വ യദാനി വ റിജ്ലാനി. ജുംല ഇസ്മിയാണ്. ലീ ജാർ മജ്റൂർ ഷിബു ജുംല ഖബർ മുഖദ്ദം. ഐനാനി മുബ്തദ മുഅഖർ. പിന്നെ വ മഅതൂഫ് ആണ്. ബാക്കി എല്ലാം മഅതൂഫ് അലയാണ്. ഉദ്നാനി യദാനി റിജ്ലാനി ഒക്കെ മഅതൂഫ് അല ഐനാനി. ആൻഡ് ഇത് നാല് ഇസ്മും മുസന്ന മർഫു. ക്ലിയർ ആണോ? I have two eyes and two ears and two hands and two legs. എനിക്ക് രണ്ട് കണ്ണുകളും രണ്ട് കാതുകളും രണ്ട് കൈകളും രണ്ട് കാലുകളുമാണ് പറയാണ്. ക്ലിയർ ആണോ?
في هذا الحي مدرستان. في هذا جار مجرور شبه جملة خبر. خبر مقدم. هذا الحي اسم الإشارة مشار إليه അല്ലെങ്കിൽ مبدل منه بدل. مدرستان مبتدأ مؤخر. ക്ലിയർ ആണോ? ഈ ഏരിയയില് രണ്ട് സ്കൂളുകളാണെന്ന് പറയാണ്. ഇൻ ദിസ് ഏരിയ അല്ലെങ്കിൽ നെയ്ബർഹുഡ് എന്നൊക്കെ പറയാം. സൊലാത്തുൽ ഫജ്രി റക്അത്താനി. ഈസി ആയിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. സൊലാത്തു എന്താണ്? ജുംല കാണുമ്പോ ഫസ്റ്റ് നിങ്ങൾ എന്താ പറയണ്ടേ? മുബ്തദ വ മൗസൂഫ ആണോ? മൗസൂഫ അത് മുബ്തദ വ മുദാഫ് ആണ്. അൽ ഫജ്രി മുദാഫ് ഇലൈഹി. റക്അത്താനി ഖബറാണ്. മുസന്ന മർഫു. യെസ്. ഫജർ സല ഇസ് 2 റക്കാത്ത് എന്ന് പറയാണ്. ഓക്കെ, ഫജർ സല 2 റക്കാത്തുകളാണ്. ലിൽ ബൈത്തി മിഫ്താഹാനി. ലിൽ ബൈത്തി ജാർ മജ്റൂർ ശിബു ജുംല ഖബർ മുഖദ്ദം. മിഫ്താഹാനി മുബ്തദ മുഅഖർ. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? എങ്ങനെ അതിന്റെ അർത്ഥം പറയുന്നത്? The house has 2 keys. വീടിന് 2 താക്കോലുകൾ ഉണ്ടെന്ന് പറയാണ്. യെസ്. ലിമൻ ഹാറ്റാനിൽ ബഖറത്താനി. ഹുമാ ലിൽ ഫല്ലാഹി. ലിമൻ اسم الاستفهام هاتان البقرتان. اسم الإشارة مشار إليه അല്ലെങ്കിൽ മുബദൽ മിൻഹു ബദൽ. ഹൂസ് ആർ ദീസ് 2 cows എന്ന് ചോദിക്കുകയാണ്. ഈ 2 പശുക്കൾ ആരുടേതാണെന്ന് ചോദിക്കുകയാണ്. ഹുമാ ലിൽ ഫല്ലാഹി. ഹുമാ മുബ്തദ ലിൽ ഫല്ലാഹി ജാർ മജ്റൂർ ശിബു ജുംല ഖബർ. They too belong to the farmer. അവ രണ്ടും കർഷകന്റേതാണെന്ന് പറയാണ്. ക്ലിയർ ആണോ? ക്ലിയർ? هذان الطبيبان من إنجلترا. حرف الاستفهام هذان الطبيبان اسم الإشارة مشار إليه അല്ലെങ്കിൽ മുബദൽ മിൻഹു ബദൽ. മിൻ ഇംഗൽത്തറ ജാർ മജ്റൂർ. ദീസ് 2 ഡോക്ടേഴ്സ് ഫ്രം ഇംഗ്ലണ്ട് എന്ന് ചോദിക്കുകയാണ്. ഈ 2 ഡോക്ടർമാർ ഇംഗ്ലണ്ടിൽ നിന്നാണോ എന്ന് ചോദിക്കുകയാണ്. ലാ ഹുമാ മിൻ ഫിറൻസ. ലാ ഹർഫ് ജവാബ്. ഹുമാ മുബ്തദ മിൻ ഫിറൻസ ജാർ മജ്റൂർ ശിബു ജുംല ഖബർ. ഇതൊക്കെ നമ്മള് തുടക്കത്തിൽ പഠിച്ച ജുംല പോലെ ഉള്ള ജുംലകളല്ലേ? കൺഫ്യൂഷൻ പാടില്ല. ഇവിടെ ഹുമ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. No, they two are from France. അല്ല, അവ രണ്ടും ഫ്രാൻസിൽ നിന്നാണ്. ഫിറൻസ എന്ത് ഇസ്മാണ്?
എന്ത് ഇസ്മാണ് ഫിറോൻസ? ഇസ്മ മക്സൂർ. ഓക്കെ. في قريتي مسجدان صغيران. എന്തായി ചെയ്തേ? ആ ജുംല അനലൈസ് ചെയ്തേ. في قريتي جار مجرور شبه جملة خبر مقدم. اوكي. ബാക്കി പറയൂ. നിങ്ങൾ ഒന്നും മിസ്സാക്കാതെ പറയാൻ ശ്രദ്ധിക്കണേ. മുബത്തദ ഖബർ കറക്റ്റ് പറയുന്നുണ്ട്, പക്ഷെ അതിൽ നിങ്ങൾ മിസ്സാവുന്നുണ്ട് കാര്യങ്ങൾ. ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം അനലൈസ് ചെയ്തേ. ഖറിയത്തി മുദാഫ് മുദാഫ് ഇലൈഹി ഇദാഫ അല്ലേ, അത് മിസ്സായി പലരും. ഓക്കെ. മസ്ജിദാനി മുബത്തദ മുഅഖർ وموصوف وهو مثنى مرفوع. يس. صغيران صفة وهو مثنى مرفوع അല്ലേ, അതും ഇത്രേ ഉള്ളൂ. ഓക്കെ. ففي حرف جر. في قريتي جار مجرور شبه جملة خبر مقدم. قريتي إضافة. قريتي مضاف، يا متكلم مضاف إليه. مسجدان مبتدأ مؤخر وموصوف ومثنى مرفوع. صغيران صفة ومثنى مرفوع. In our village, sorry, in my village, there are two small mosques. എൻ്റെ വില്ലേജിൽ 2 ചെറിയ പള്ളികളുണ്ടെന്ന് പറയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമുക്കിവിടെ നിർത്താം. എനിക്ക് ലെസൺ തീർക്കണമെന്നുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ തീർക്കാം ഇൻഷാല്ലാ. അനാലിസിസ് നിങ്ങൾക്ക് തറവായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്ലോലി ലെസൺ തീർത്തത്, അല്ലെങ്കിൽ ഇത് വേഗം തീരേണ്ട ലെസൺ ആട്ടോ, ഇതിനകത്തൊന്നും ഇല്ല. ഓക്കെ. അൽഹംദുലില്ലാ. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം. പക്ഷെ നിങ്ങൾ റിവിഷൻ ചെയ്തേ പറ്റുള്ളൂ. പഴയ ലെസൺസിൽ നിന്ന് പോയിട്ട് റാൻഡമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണുന്ന ജുംലയൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ഗ്രൂപ്പ് അങ്ങനെയുള്ളതിന് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ സ്വയം റിവിഷൻ നടത്തുന്നത് ഗ്രൂപ്പിൽ കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ തരുന്ന വർക്ക് മാത്രം ചെയ്യാൻ നിൽക്കരുത്. ക്വിസും തരുന്ന വർക്ക്ഷീറ്റ്സും മാത്രം ആയിട്ട് നിങ്ങളുടെ റിവിഷൻ ഒതുങ്ങരുത്. അതിൽ നിങ്ങൾ അപ് ടു ഡേറ്റ് ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ ഓക്കെ. പക്ഷെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പോരാന്നാണ് അതിന്റെ അർത്ഥം. പഴയത് പോയി റിവൈസ് ചെയ്യുക, സെന്റൻസുകൾ നിങ്ങൾ തന്നെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. ഓക്കെ. ഇനി ആകെ കുറച്ച് ലെസൺസേ ബാക്കിയുള്ളൂ. ബുക്ക് 1 തിയറി കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് തറവാക്കിയില്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവും ഇല്ല. ഇനി ആകെ 2 കാര്യങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ ഇൻഷാ അല്ലാഹ്. നമ്പേഴ്സും മംനൂമിന സർഫും. പിന്നെ ഡൺ ബുക്ക് 1 ഇൻഷാ അല്ലാഹ്. അതിൽ ഓൾറെഡി മംനൂമിന സർഫ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അതിന്റെ ആ ഒരു നിയമം മാത്രം പഠിച്ചാൽ മതി. നമ്പേഴ്സ് പുതിയതായിരിക്കും, അത് മാത്രമേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. ഓക്കെ. പ്രാക്ടീസ്
പ്രാക്ടിക്കൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഒറ്റ സ്റ്റഡി ഗ്രൂപ്പേ ഉള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ആ സ്റ്റഡി ഗ്രൂപ്പ് നിങ്ങൾക്ക് തന്നെ അതിനകത്ത് പ്രാക്ടീസിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് തരുമ്പോൾ മാക്സിമം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം ഇൻഷാ അല്ലാ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യണേ. ഇത് പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ് നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് ഫിനിഷ് ചെയ്യാം ഇൻഷാ അല്ലാ. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا. بارك الله فيكم. السلام عليكم ورحمة الله وبركاته.